ദേവാമൃതം. ദേവാമൃതത്തിൽ ഇനി ജ്യോതിഷ പങ്ക്തി. ദേവാമൃതം. ഇന്ന് 1792 ആണ്ട് മീനമാസം 6-ാം തീയതി, അതായത് 2017 മാർച്ച് മാസം 20-ാം തീയതി. ഇന്ന് തിങ്കളാഴ്ചയാണ്, നക്ഷത്രം മൂലമാണ്. പതിവ് പോലെ ജ്യോതിഷ പങ്ക്തിയിൽ നമ്മളോടൊപ്പമുള്ളത് നമുക്കൊക്കെ ജ്യോതിഷപരമായി ഒരുപാട് അറിവുകൾ പകർന്നു തരുന്ന, ഒരുപാട് പേരുടെ ജീവിതത്തിൽ ജ്യോതിഷപരമായ പ്രശ്ന പരിഹാരങ്ങൾ നിർദ്ദേശിച്ചുകൊണ്ട് നിരവധി പേരുടെ ദുഃഖങ്ങളും പ്രശ്നങ്ങളും ഒക്കെ മാറ്റിക്കൊടുത്തിട്ടുള്ള നമുക്കൊക്കെ ഏറെ പ്രിയങ്കരനായ സർ ഡോക്ടർ കുടമാളൂർ ശർമാജിയാണ്. വളരെ സ്നേഹാദരങ്ങളോടെ അദ്ദേഹത്തെ നമുക്ക് ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം ശർമാജി. നമസ്കാരം. ഇന്നത്തെ കത്തിലേക്ക് പോകാം. ശ്രീമാൻ ഡോക്ടർ ശർമാജി, കൊല്ലത്ത് നിന്ന് ഗിരിജ എഴുതുന്നു. എൻ്റെ മകൻ CA പഠനം തുടങ്ങിയിട്ട് കുറച്ച് നാളുകളായി. ഇതുവരെ ഫൈനൽ എക്സാം പാസ്സായിട്ടില്ല. കുറച്ചു നാളുകളായി ശ്രമിക്കുന്നു. മകൻ എന്ത് കാര്യത്തിന് ഇറങ്ങിയാലും തടസ്സങ്ങളാണ്. 25 വയസ്സായി. ഇതുവരെയും ഒരു കരക്കെത്തിയിട്ടില്ല. മകൻ വലിയ നിരാശയിലാണ്. ഗ്രഹനില നോക്കി വിശദമായ പരിഹാര നിർദ്ദേശങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഗ്രഹനില പ്രകാരം ആർക്കായിരുന്നാലും ജനിച്ച ലഗ്നത്തിൻ്റെ ഭാഗ്യസ്ഥാനത്ത് നിൽക്കുന്ന രാശിയുടെ അധിപൻ ദുർബലനെങ്കിൽ അതിൻ്റെതായ ഫലം ജാതകത്തിൽ അല്ല ജീവിതത്തിൽ ഉടനീളം ഉണ്ടായിക്കൊണ്ടിരിക്കും. ജനിച്ച ലഗ്നത്തിൻ്റെ 9-ാം ഭാവമായ ഭാഗ്യസ്ഥാനത്തിൻ്റെ ആ രാശിയുടെ അധിപനായ ഗ്രഹം ശക്തിയേറി നിൽക്കുകയാണെങ്കിൽ, സ്വക്ഷേത്ര ബലവാനായി നിൽക്കുകയാണെങ്കിൽ, ഉച്ചബലത്തോടുകൂടി നിൽക്കുകയാണെങ്കിൽ, മൂലക്ഷേത്ര ബലത്തോടുകൂടി നിൽക്കുകയാണെങ്കിൽ, യോഗകാരകനായി നിൽക്കുകയാണെങ്കിൽ, യോഗകാരകനുമായി കൂട്ടുകൂടി നിൽക്കുകയാണെങ്കിൽ, യോഗകാരകന്മാരുടെ പൂർണ്ണദൃഷ്ടിയോടും കൂടി നിൽക്കുകയാണെങ്കിൽ, അത്തരം വ്യക്തികൾക്ക് ആജീവനാന്തകാലം ജാതകബലം, പ്രത്യേകിച്ച് ജീവിതത്തിലെ സുവർണ അനുഭവങ്ങൾ, എല്ലാ ഭാഗ്യങ്ങളും ഉടൻ കിട്ടി സംതൃപ്തമായ ജീവിതം ഉണ്ടാവും. കാര്യമായ രോഗങ്ങളോ അപകടങ്ങളോ സാമ്പത്തിക പരാധീനതകളോ ആരോപണങ്ങളോ അതുപോലെ തന്നെ അവർ ചെയ്യുന്ന കർമ്മങ്ങൾ, ഈ പ്രപഞ്ചത്തിൽ അല്ലെ ഈ ഭൂമിയിൽ ചെയ്യുന്ന കർമ്മങ്ങളെല്ലാം പൊലിച്ചു വരികയോ ഒക്കെ ചെയ്യും. ലഗ്നത്തിൻ്റെ അധിപൻ, 9-ാം ഭാവത്തിൻ്റെ അധിപൻ ദുർബലനായിട്ട് നിൽക്കുകയും നീചരാശിയിൽ നിൽക്കുകയും നീചസ്ഥനായിട്ട് നിൽക്കുകയും, ചുരുക്കത്തിൽ ബലക്ഷയത്തിൽ നിൽക്കുന്ന ആ രാശിയുടെ അധിപൻ നിൽക്കുന്നവർക്ക് ആ വിഭാഗം കൈകാര്യം ചെയ്യുന്ന ആ സ്ഥാനം കൊണ്ട് ദുഃഖമുണ്ടാവും. ഇവിടെ ഫൈനൽ എക്സാമിനേഷൻ പാസ്സാവുന്നില്ല, കുറേ നാളുകളായി ശ്രമിക്കുന്നു. എന്ത് കാര്യത്തിന് മകൻ ഇറങ്ങിയാലും തടസ്സങ്ങൾ. 25 വയസ്സായി. അദ്ദേഹത്തിന് ബുധ ദശാകാലമാണ്. വിദ്യ, മാതുല, വിനോദ, കൗശല, അതിബുദ്ധി സ്ഥാനത്തിൻ്റെ അധിപനാണ് ബുധൻ എന്ന് പറയുന്ന ഗ്രഹം. ആ ബുധഗ്രഹം മീനം എന്ന് പറയുന്ന രാശിയിൽ നീചസ്ഥനായിട്ട് നിൽക്കുക, അത് ഈ ഗ്രഹനിലയിൽ ഈ കുട്ടിയുടെ ലഗ്നാൽ 9-ാം ഭാവമായ ഭാഗ്യസ്ഥാനത്ത് നിൽക്കുന്നു. അതുകൊണ്ട് ഭാഗ്യാധിപൻ നീചസ്ഥനായിട്ട് നിൽക്കുന്നു. എന്തിനും ഏതിനും ഇറങ്ങിയാൽ ആ ബുധദശാകാലം തടസ്സം വരിക. പാപഗ്രഹമായ ബുധൻ കഴിഞ്ഞു വരുന്ന 7 വർഷം നികഞ്ഞു നിൽക്കുന്ന കേതു എന്ന തമോഗ്രഹ ധൂമകേതു ഭരിച്ചാൽ പോലും ഇത്രയധികം ദുഃഖം വരണമെന്നില്ല. ഏതിനും എന്തിനും 25 വയസ്സ് വരെ തടസ്സം, പ്രത്യേകിച്ച് പഠിക്കുന്നത് ബൈഹാർട്ടാവാതെ വരിക. എന്നിരുന്നാലും മൗഢ്യതയിൽ നിൽക്കുന്ന 13 ഡിഗ്രിയിൽ നിൽക്കുന്ന ബുധൻ്റെ ദശാകാലം മീനം എന്ന് പറയുന്ന ബുധൻ്റെ തമോഗുണത്തിൽപ്പെട്ട രാശിയിൽ നിൽക്കുന്ന സമയം, അതായത് നീചത്വം പ്രാപിച്ച് നിൽക്കുകയാണ് മീനം എന്ന രാശിയിൽ ബുധൻ നിൽക്കുന്നത്. പരിവർത്തന വിധേയമല്ലാതെയോ ഭദ്രായോഗമില്ലാതെയോ ശുഭഗ്രഹ വീക്ഷണമില്ലാതെയോ നിൽക്കുന്നതാകയാൽ ഈ സമയങ്ങളിൽ പഠനമാന്ദ്യം ഉണ്ടാവും. ഏതിനെന്തിനും തടസ്സം വരും. അതിന് പ്രതിവിധിയായി, അല്ലെങ്കിൽ ഈ സമയത്ത് വിദ്യാഭ്യാസം കഴിഞ്ഞ് ഉദ്യോഗത്തിനാണ് പരിശ്രമിക്കുന്നതെങ്കിൽ ആ ഉദ്യോഗാർത്ഥികൾക്ക് കയ്യെത്തും വരെ ഉദ്യോഗ സാധ്യത വരികയും അത് കയ്യെത്തും ദൂരത്ത് തന്നെ നഷ്ടപ്പെടുകയും ചെയ്യാം. ആ ഗ്രഹം മൗഢ്യനായി കഴിഞ്ഞാൽ ആ
അടുത്ത ഗ്രഹം പവർഫുൾ ആവുന്നിടം വരെ മാറി നിൽക്കേണ്ടതായി വരും ആ അവസ്ഥയിൽ. അഷ്ടമാധിപനായ ദുഗ്രഹവും കൂടെ ഈ ബുധൻ്റെ കൂടെ നിന്നാൽ വിദ്യാർത്ഥി ആയിരിക്കവേ തന്നെ ജയിൽവാസം വരെ അനുഭവിക്കാനും, അഷ്ടമാധിപൻ ദോഷസ്ഥാനത്ത് നിൽക്കുകയും വിദ്യാകാരകനായ ബുധഗ്രഹം ആ ഗ്രഹവുമായി അഷ്ടമാധിപനായ ഗ്രഹവുമായി സമ്മേളിച്ച് നിൽക്കുകയും ദൃഷ്ടി ചെലുത്തുകയും കൂടെ നിൽക്കുകയും വംശാധിപത്യം പുലർത്തുകയും ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ ഈ പറഞ്ഞ ദോഷങ്ങളൊക്കെ സംഭവിക്കാം. ആയതിനാൽ പ്രിയങ്കുക്കരികാശ്യാമം രൂപേണോ പ്രതിമം ബുധം സൗമ്യം സൗമ്യഗുണാപേദോ തം ബുധം ഗണദോസ്ഭ്യം. ബുധനെ പ്രകീർത്തിക്കുന്ന സന്തോഷിപ്പിക്കുന്ന ഇത്യാദി ശ്ലോകങ്ങൾ കൊണ്ട് ജലാധിജനാന്തം പൂജിച്ച് അതിൻ്റെ പ്രസാദങ്ങൾ ധരിച്ചു വരികയും യന്ത്രധാരണം നടത്തി വരികയും എമറാൾഡ് എന്ന രത്നം സ്ഥിരമായി വിദ്യാർത്ഥിയായിരിക്കവേ ചെറുവിരലിൽ ബുധൻ്റെ വിരലിൽ ബുധനാഴ്ച ദിവസം ധരിച്ചു തുടങ്ങുകയും പിന്നീടത് കണ്ടിന്യൂസ് ആയിട്ട് ധരിച്ചു വരികയും ചെയ്യുക. ഇപ്രകാരം വരികയും ബുധൻ മൗഢ്യമായിരിക്കുന്നവർക്ക് ശ്രീരാമൻ, ശ്രീബുദ്ധൻ, ശ്രീകൃഷ്ണൻ മുതലായിട്ടുള്ള ദേവതകളെ സ്ഥിരമായി ബുധനാഴ്ച ദിവസം ആരാധിച്ചു വരികയും അന്നത്തെ ദിവസം ദാനധർമാനുഷ്ഠാനങ്ങൾ ചെയ്യുകയും കഴിവതും നീലക്കളർ, കാർമേഘത്തിൻ്റെ കളർ ഉള്ള വസ്ത്രധാരണങ്ങൾ ധരിച്ചു വരികയും കറുക കൊണ്ട് മാല കെട്ടി ഗണപതിക്ക് ചാർത്തുന്നതും ഈ ദോഷപരിഹാരങ്ങളാണ്. ഇപ്രകാരം ചെയ്താൽ 25 വയസ്സ് കഴിഞ്ഞ സ്ഥിതിക്ക് ഏതെങ്കിലും ഒരു ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗത്തിലോ അതിനുള്ള അവസരമോ ഭാഗ്യങ്ങൾ തേടി വരികയും കഴിഞ്ഞകാല ദുരിതങ്ങളിൽ നിന്ന് മോചനമുണ്ടാകുകയും പൂർത്തിയാകാത്ത വിദ്യ വീണ്ടും പൂർത്തിയാവാനുള്ള അവസരം കിട്ടുകയും വിദ്യ പൂർത്തിയാകുകയും ഒക്കെ ചെയ്യുന്നതാണ്. ജ്യോതിഷ പങ്ക്തിയുടെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ്. ജ്യോതിഷപരമായ മാർഗ്ഗനിർദ്ദേശങ്ങൾ ഡോക്ടർ കുടമാളൂർ ശർമാജിയിൽ നിന്ന് അറിയുവാൻ ആഗ്രഹിക്കുന്നവർ താഴെ കാണുന്ന നമ്പറിൽ അദ്ദേഹത്തെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. പ്രശ്നപരിഹാരങ്ങൾ സ്വായത്തമാക്കാവുന്നതാണ്. നമുക്കൊരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം തിരികെ എത്താം വാസ്തുശാസ്ത്രവുമായി. ദേവാമൃതം